ഇറാൻ, ഇസ്രായേൽ, അതുപോലെ അമേരിക്ക, ഈ 3 പേരുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതും പറഞ്ഞു ശീലിച്ചതും പറയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതുമായിട്ടുള്ള ഒരു രംഗമുണ്ട്. ഇറാൻ എപ്പോഴും തകരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആ മികവും കരുത്തും ഒക്കെ തെളിയിക്കപ്പെട്ട 2025 ജൂൺ മാസത്തോടുകൂടി ഇറാൻ ഒരു പുതിയ ലോകക്രമം ഉണ്ടാവുകയും ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇറാൻ ഇപ്പോൾ ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് ഇറാൻ ഇസ്രായേലിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാകത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിൽ ഇറാൻ്റെ വിജയം തന്നെയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ചെയ്യണം. 30 സെക്കൻഡിനുള്ളിൽ ലൈക്ക് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഇത്തരം കാര്യങ്ങൾ പറയുന്ന ചാനലിനോട് അത്ര കണ്ട് ദേഷ്യമുള്ളവരുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഇറാൻ ഈ ലെവലിലേക്ക് ഉയരണമെങ്കിൽ, ഇസ്രായേലിനെ കൊണ്ട് ഇത്തരം അർത്ഥത്തിൽ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ കയ്യിൽ എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പിന്നാലെ മറ്റൊന്നുകൂടിയും ഇറാനെ പേടിക്കാനുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് പറയുന്നത് ചൈന അത് വലിയ രൂപത്തിൽ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചൈന ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്താ? 16 തവണയാണ് ഈ ഒരു ചൈനയുടെ വിമാനങ്ങൾ, കാർഗോ ഫ്ലൈറ്റുകൾ ഇറാൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് പറന്നിറങ്ങിയത്. ഇത് സപ്പോർട്ട് ചെയ്ത് മിലിറ്ററി അഥവാ ഇറാൻ മിലിറ്ററിയാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഇത് കാണിക്കുന്നത് വെച്ചാൽ, വായക്ക് തോന്നിയത് ഗോതക്ക് പാട്ട് നിൽക്കാനൊരു പറച്ചിലില്ല, അതല്ല എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. 16 തവണ, ഇവിടെ ഇംഗ്ലീഷ് ഉണ്ട്, സെൽഫി ക്യാമറ ആയതുകൊണ്ട് റോങ് സൈഡായിട്ട്, അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 16 ചൈനീസ് മിലിറ്ററി കാർഗോ ലൈൻസ് ഹാവ് ലാൻഡ് ഇൻ ഇറാനിയൻ ജസ്റ്റ് 56 hours മേക്കിംഗ് ദ ലാർജസ്റ്റ് എന്നും പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ 56 മണിക്കൂർ കൊണ്ട് 16 തവണ ഈ രാജ്യത്ത് അഥവാ ഇറാൻ മിലിറ്ററിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചൈന കാർഗോ അഥവാ സൈനിക കാർഗോ വിമാനം ഇറാൻ്റെ മണ്ണിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ഇസ്രായേലിന് പേടിക്കേണ്ടതുണ്ട് എന്ന ഒരു ഉൾവിളി കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഗവൺമെൻറ് ഇറാൻ്റെ മിലിറ്ററി തന്നെ ഈ വിഷയം പങ്കുവച്ചിട്ടുണ്ടാകുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇറാൻ പേടിക്കുന്ന രൂപത്തിൽ വളർന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു വസ്തുതയെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധാനങ്ങളും ആകാശത്തിലൂടെ വരുന്നതും കടലിലൂടെ വരുന്നതും മറ്റേതെങ്കിലും വഴിയുണ്ട് അതിലൂടെ വരുന്നതും ഒക്കെ നമ്മൾ തടുത്ത് നിർത്തുമെന്നൊക്കെ പറഞ്ഞ ആ ഒരു ചെറിയ രാജ്യം ഇപ്പം ഒന്നുമല്ലാതെ ആശങ്കയിലാണ്. കാലങ്ങൾ കുറേയായി ഇപ്പം അടിക്കും എൻ്റെ കമൻറ്റിലൊക്കെ പറയുന്നത് പോലെ എന്നെങ്കിലും അടിക്കോ എന്ന് ചോദിക്കുന്ന കമൻറ്റ് ഇടുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ, നമുക്കും അതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല എന്നതാണ് വസ്തുത. പിന്നെ ഇതിങ്ങനെ തെളിവടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പം അടിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. 6 മാസം മുന്നേ തരിപ്പണമാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യം ഇന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിലാണ് 56 മണിക്കൂറിനിടയിൽ ചൈനയുടെ സൈനിക കാർഗോ വിമാനം ഇറാൻ്റെ മണ്ണിൽ, അതും സൈനിക വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് എന്തൊക്കെയോ നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇറാൻ്റെ മിലിറ്ററി തന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ അത് ചെറുതല്ലാത്ത ഒരു ഭയപ്പാട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുക്കുന്നുണ്ടെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഇവരടിക്കാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യം നെതന്യാഹു തൻ്റെ സ്വന്തത്തോട് ചോദിച്ചിട്ടുണ്ടാവും. അല്ല, ട്രംപിനെ കുറിച്ച് പറയാതിരിക്കലെന്നല്ല, 2026 ഒരു കൊമേഡിയന് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർത്തും അദ്ദേഹത്തിന് തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം അവിടെ പോയിട്ട് ഗ്രീൻലാൻഡ് പിടിക്കാൻ പറ്റില്ല എന്ന തോന്നൽ, പക്ഷേ ഞങ്ങൾ പിടിക്കും, എന്നാൽ യൂറോപ്യൻസ് ഇപ്പം മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്, എന്നാൽ മാറുന്നില്ലേ, എന്നാൽ നിങ്ങൾക്ക് വെച്ച 10% തിരുവ ഞാൻ എടുത്തിരിക്കുന്നു അഥവാ തിരിച്ചു വലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. അവിടെയാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. യൂറോപ്യൻസിനെ ചൊടിപ്പിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവർ തന്നെയാണ്, നാറ്റോ സഖ്യം തന്നെയാണ് ഇറാനെ അടിക്കാൻ നേരത്ത് കൂടെ നിൽക്കേണ്ടത് എന്നൊരു ബോധം ആരോ ഒരാൾ ബോധിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും ഈ ട്രംപിന്. അല്ലാതെ 10% പെട്ടെന്ന് 25% മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, ജൂണിലേക്കൊന്നും കാത്തു നിൽക്കാതെ. അതെല്ലാം ഒറ്റയടിക്ക് ഇല്ലായ്മ ചെയ്തിട്ട് പറഞ്ഞു നമ്മളൊക്കെ ഒരുപോലെ മുന്നോട്ട് പോകണം, ചർച്ച ചെയ്ത് പരിഹരിക്കണം, എങ്കിലും ഗ്രീൻലൻഡ് നമ്മൾ തന്നെ കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അവിടെ നാറ്റോ സഖ്യത്തെ കയ്യിൽ തന്നെ ഒതുക്കി നിർത്തുന്നത് ഇറാനുമായിട്ട് അറ്റാക്ക് വരുമ്പം കൂടെ നിർത്താൻ കുറച്ച് പേരെങ്കിലും വേണ്ടി വരുമല്ലോ. എല്ലാവരെയും ചുടിപ്പിച്ച് പിന്നെ ഒറ്റക്കായി പോകുമെന്നുള്ള ബേജാറ് ട്രംപിന് ഇല്ലാതില്ല. അതുകൊണ്ടെങ്ങാനായിരിക്കാം ഈ നിശ്ചയിച്ച ആ ഒരു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ള 10% അധിക ചുങ്കം, അധികം തീരുവ അത് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് എന്ന്
എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായി നമ്മളിതിനെ പഠിക്കേണ്ടതാണ്. ആ ഒരു ഡിപ്ലോമാറ്റിക് ഒരു മൂവ്മെൻറ്റ് അവർ നടത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇറാൻ വളരെ പെട്ടെന്നൊരു അറ്റാക്കിലേക്ക്, ഇറാനുമായിട്ടൊരു അറ്റാക്കിലേക്ക് അമേരിക്കയും ഇസ്രായേലും പോകുന്നുണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആകത്തുക നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ചൈനയുടെ വലിയൊരു പിന്തുണ, പൈസ കൊടുത്തിട്ടും സ്വർണം കൊടുത്തിട്ടൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പിന്തുണ ചൈന കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് തലങ്ങളുണ്ട് അതിന്. ഒന്ന്, ഇറാൻ്റെ വലിയ വിജയം ചൈന പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ അവർ ഇന്ന് വരെ ആർജിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ആയുധങ്ങളുടെ മേഖലകളുണ്ട്. അതെത്രമാത്രം അക്യൂറേറ്റഡായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ കൂടിയിട്ടായിരിക്കും ഇത്രമേൽ ഉത്സാഹത്തോടുകൂടെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും യുദ്ധ ഉപകരണങ്ങളും ഒക്കെ ഈ ഇറാനിലേക്ക് കൊടുത്തുവിടുന്നത്. കാരണം അവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന് എത്രത്തോളം വീര്യമുണ്ട്, അതിനെത്രത്തോളം ഈ കറക്റ്റായിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ചൈന ഇതിലൂടെ കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് തോന്നിയതാണ്. പക്ഷേ നിങ്ങൾക്കും അത് തോന്നുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ ചൈന വെറുതെ കൊടുക്കുന്ന ആയുധവുമല്ല, ഒരുപാട് സ്വർണ്ണങ്ങൾ ചൈനയും റഷ്യയും ഇറാനിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാകുമ്പോൾ തീർത്തും ഇത് സൗജന്യ സേവനമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും അമേരിക്കയ്ക്കുള്ള ഒരു തിരിച്ചടിയാണ്, ഇസ്രായേലിനുമുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഇറാൻ്റെ മണ്ണിലേക്ക് 16 തവണ സൈന്യത്തിൻ്റെ അഥവാ കാർഗോ വിമാനം വന്നിറങ്ങിയത്. അതും 56 മണിക്കൂറിൻ്റെ ഉള്ളിൽ, അഥവാ 48 മണിക്കൂറാണ് 2 ദിവസം, അഥവാ 3 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട്. അത് നന്നായിട്ട് ചൈനയും ഇറാനും നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കൂടെ തന്നെ അവരുടെ കാർഗോ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് വലിയ രൂപത്തിൽ യുദ്ധസന്നാഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിപുലപ്പെടുത്തലുകളും നടത്തി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ചൈന ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. അതൊക്കെ കാത്തിരുന്ന് കാണാനേ കഴിയുള്ളൂ. ചൈനയ്ക്ക് ഇപ്പോൾ ആവശ്യം അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കണമല്ലോ. അതിനുള്ള അവസരമായിട്ടാണ് ഇറാൻ്റെ യുദ്ധവും ഇസ്രായേൽ അമേരിക്കയും കോൺഫ്ലിക്റ്റൊക്കെ കാണുന്നത് എന്ന് മനസ്സിലാക്കാം. കൂടാതെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലാതെ ഈ ഒരു മുസ്ലിം രാജ്യത്തെ ചൈന അത്ര കണ്ട് സ്നേഹിക്കുമെന്നോ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്നോ ഒരിക്കലും കരുതേണ്ടതില്ല. മറ്റൊരു കാര്യത്തിൽ ഇവർക്ക് വലിയൊരു കണ്ണുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചൈന ഇവരുടെ ഭാഗത്ത് നിൽക്കുന്നത്. റഷ്യയും അതേപോലെ തന്നെ മറ്റൊരു താല്പര്യം അവരുടേതായിട്ട് തന്നെ ഉണ്ട്. എങ്കിലും ഫലം എന്തെന്ന് ചോദിക്കുമ്പം ഇസ്രായേലിനെയും അമേരിക്കയും പേടിപ്പിച്ച് നിർത്താൻ ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ നന്നായിട്ട് നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇനിയും നമുക്ക് ഈ ഒരു യുദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യുദ്ധമില്ലാതെ തുടരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ആ യുദ്ധം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മിഡിൽ ഈസ്റ്റൊക്കെ തകർന്നു പോകും. പേടിപ്പിക്കാൻ പറയുന്നതല്ല, നേരത്തെ ഒരു കമൻറ്റിലൂടെ ഇത് ഫുൾ പേടിപ്പിക്കാനാണ്. സത്യാവസ്ഥ ഇതാണ്. ഇറാൻ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെയാണ്. ഞങ്ങൾക്ക് എങ്ങനെ ഓങ്ങിയാലും ശരി ആ കൈ വെട്ടും, അതിൻ്റെ ഉപകൈകളും വെട്ടിക്കളയും. ഉപകൈകൾ എന്ന് പറയുമ്പോൾ അവരുടെ ബേസ്മെൻറ്റുകൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ തകർത്ത് കളയും എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം മറ്റൊരു വിശേഷമായിട്ട്. എല്ലാവർക്കും നന്ദി.